പോസ്റ്റ് ഇടുമ്പത്തേന് ജസ്റ്റ് നോക്കാറുണ്ട്, സ്റ്റോറി ഇടുമ്പത്തേന് തോന്നുന്നു ഇപ്പൊ 400 കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും സന്തോഷം. അതൊന്നും വെച്ചുകൊണ്ട് വ്ളോഗറെ മോൻ എന്താ പറഞ്ഞേ? രേണു ചേച്ചി മോൻ പറഞ്ഞത് കേട്ട് മോനെ പേടിച്ച് സൂചിച്ചിട്ട്. ഹായ് ഗൈസ്, നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ആദ്യം തന്നെ ഇവിടെ നല്ല പെരും മഴയാണ്. ബാക്ക്ഗ്രൗണ്ട് വോയിസ് ചിലപ്പോൾ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും, എനിക്കറിയില്ല. ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ എടുക്കുമ്പോൾ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചതാണ് എന്തായാലും രേണു സുധിയുടെ ഒരു കോണ്ടന്റ് സംസാരിക്കേണ്ട, വിട്ടേക്ക്. കഴിഞ്ഞ 3-4 ദിവസമായല്ലോ നമ്മൾ ഇതേ കോണ്ടന്റ് സംസാരിക്കുന്നു എന്നൊക്കെ കരുതി വീഡിയോ എടുക്കണ്ട എന്ന് കരുതി ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. ഒരു വീഡിയോയൊന്നും ഇടണ്ട, ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി നിൽക്കുന്ന സമയമാണ് രേണു സുധി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോണ്ടന്റ് എൻ്റെ മുമ്പിലോട്ട് വന്നു. മേ ബി കഴിഞ്ഞ 3-4-5 ദിവസം ഞാൻ ഇരുന്ന് രേണു സുധിയുടെ കോണ്ടന്റ് റെഫർ ചെയ്തുകൊണ്ടായിരിക്കാം വന്നു. അപ്പം ഞാൻ കരുതി എന്തായാലും വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് സംസാരിക്കാം. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, രേണു സുധിയുടെ പേജിൽ ഒരാൾക്ക് റിയാക്ട് ചെയ്യേണ്ട രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കോണ്ടന്റ് രേണു സുധി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനതെടുത്ത് സംസാരിക്കും. രേണു സുധി അത് അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും രേണു സുധി റിലേറ്റ് ചെയ്ത് കോണ്ടന്റ് ചെയ്യില്ല. രേണുവിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈല് റീച്ച് എത്താനും നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എന്തും രേണുവിന് കാണിക്കാൻ പറ്റുമെങ്കിൽ ബൈ നോട്ട് നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് അത് എടുത്തിട്ട് നമ്മുടെ അഭിപ്രായം പറഞ്ഞുകൂടാ. സോ ലെറ്റ് സി, രേണു ചേച്ചി സ്റ്റോപ്പ് ചെയ്യുമെന്ന്. രേണു ചേച്ചി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ റിയാക്ഷൻകാരെ സ്റ്റോപ്പ് ചെയ്യും. രേണു ചേച്ചി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻകാരെ സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഗെയിം കളിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഒരു വിഷയം സബ്സ്ക്രിപ്ഷനാണ്. സബ്സ്ക്രിപ്ഷനോടുള്ള രേണു ചേച്ചിയുടെ അഭിപ്രായവും പിന്നെ ഇപ്പം കറൻ്റ്ലി രേണു സുധിയും ഒരു വ്ളോഗറും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ അന്തും ഉന്തും കുന്തവും കാണുന്നുണ്ട്. സോ ആ കണ്ടന്റും കൂടെ നമുക്കൊന്ന് നോക്കാം. സോ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം രേണു ചേച്ചീന്റെ സബ്സ്ക്രിപ്ഷനെ കുറിച്ചുള്ള അഭിപ്രായത്തിലോട്ടൊന്ന് പോകുക. ഇപ്പം സബ്ബൊക്കെ തുടങ്ങി തീർച്ചയായിട്ടും ഞാൻ ഇതിന് മുന്നേ കുറെ നാൾ മുന്നേ ബിഗ് ബോസിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഓർത്താണ്. പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. നിങ്ങൾക്ക് അറിയാലോ, എനിക്കിങ്ങനെ മുട്ടിന് ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും ഇങ്ങനെ പിന്നെ ദുബായ് ബേഗറിന് അങ്ങനെ ഓട്ടമായതുകൊണ്ട് തുടങ്ങാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ തുടങ്ങി. സന്തോഷം എന്ന് പറയട്ടെ, നല്ല കുറെ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ വന്നു. സോ ഇവിടെ രേണു ചേച്ചി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന സമയം തന്നെ രേണു ചേച്ചിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു സബ്സ്ക്രിപ്ഷൻ തുടങ്ങണമെന്ന്. എന്നാൽ എൻ്റെ തിരക്കുകൾ കാരണം ഷൂട്ടും ഷോർട്ട് ഫിലിമും അതിൻ്റെ കൂടെ ബഹറിൻ ദുബായ് എന്ന് പറയുന്ന ഈ തിരക്കുകൾ കാരണം എനിക്കിത് തുടങ്ങാൻ പറ്റിയില്ല. ഈ രേണു ചേച്ചി പറയുന്നത് പോലെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കാനുള്ള സമയം പോലും കിട്ടാത്ത രീതിയിലുള്ള ഒരു തിരക്കൊന്നും എനിക്ക് പേഴ്സണലി രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സാധാരണ ഇപ്പൊ അതിലും ലെവലിലുള്ള മമ്മൂട്ടി അല്ലെങ്കിൽ ലാലേട്ടൻ അല്ലെങ്കിൽ പൃഥ്വിരാജ് ഇവരെയൊക്കെ പിന്നെ നമ്മൾ എന്താ പറയണ്ടേ? ഇനി അന്യ ഭാഷയിലോട്ട് പോകണേ വിജയ്, ഇവരെയൊക്കെ നമ്മൾ എന്താ പറയേണ്ടത്? അത്രയ്ക്ക് മാത്രം തിരക്കുണ്ടോ എന്നറിയില്ല. ഷോർട്ട് ഫിലിം ഒന്നുമില്ലാണ്ട് രേണു വെറുതെ ഇരുന്ന സമയമുണ്ടല്ലോ. രേണു തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടോ, 2 ദിവസമായിട്ട് ഞാൻ വീട്ടിൽ ഫ്രീ ആണ്, അല്ലെ 3 ദിവസമായിട്ട് ഞാൻ വീട്ടിൽ ഫ്രീ ആണ്, 4 ദിവസമായിട്ട് ഞാൻ വീട്ടിൽ ഫ്രീ ആണ് എന്ന് തന്നെ രേണു തന്നെ പല സോഷ്യൽ മീഡിയയിലും വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം രേണു സുധി തീരെ ഫ്രീ അല്ലായിരുന്നു, രേണു സുധി കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആയിരുന്നു എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ യോജിക്കാൻ പറ്റില്ല. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷനെ കുറിച്ചൊന്നും രേണു ആദ്യം ആലോചിച്ചിട്ട് കൂടിയില്ല. പിന്നെ ഇപ്പം കറൻ്റ്ലി കുറേ പേര് സബ്സ്ക്രിപ്ഷൻ ചെയ്തപ്പം പിന്നെ രേണുവിന് പ്രത്യേക കണ്ടന്റ് ഇല്ല. പണ്ടാകുമ്പോൾ വീടൊരു കോണ്ടന്റ് ആയിരുന്നു, അറിയാലോ. വീടുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം ഫിറോസിനെ പറഞ്ഞു, പിന്നെ അച്ഛനെ പറഞ്ഞു, പിന്നെ ഫിറോസിനെ പറഞ്ഞു, പിന്നെ അച്ഛനെ പറഞ്ഞു. ഇതൊരു വിഷയമായിരുന്നു. ഇപ്പൊ ഫിറോസും ഇല്ല അച്ഛനും ഇല്ല, 2 പേരും ഈ വിഷയം വിട്ടിട്ട് അവരുടെ വഴിക്ക് പോയി. അതോടുകൂടി പുതിയൊരു കോണ്ടന്റ് ഉണ്ടാക്കണം, എന്ത് പറയും? അങ്ങനെ കുറെ കാലം പ്രണയത്തിൽ അങ്ങ് പോയി. പിന്നെ പ്രണയം വർക്കൗട്ട് ആവാണ്ട് വന്ന സമയത്തായിരിക്കും ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ചപ്പോഴായിരിക്കും സബ്സ്ക്രിപ്ഷൻ മുന്നിൽ കിട്ടിയത്. പിന്നൊന്നും നോക്കിയില്ല. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു കോണ്ടന്റ് എടുത്തിട്ട് അതും കൊണ്ട് രേണു സുധി ചേച്ചി പോകാൻ തുടങ്ങി. അതുകൊണ്ട് തിരക്ക് കാരണം എനിക്ക് പറ്റാത്തേ എന്നുള്ള സാധനം വെറുതെ എന്തിനാ വിടായി കൂട്ടിക്കുന്നത്. ഞാൻ ഫസ്റ്റ് 45 ആയിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പൊ 180 ആണ് ആക്കിയത്. എന്തായാലും സബ് ഉണ്ടോ? എത്ര സബായി? എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ എപ്പോഴും നോക്കാറില്ല. രാവിലെ എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പത്തേന് ജസ്റ്റ് നോക്കാറുണ്ട്, സ്റ്റോറി ഇടുമ്പത്തേന് തോന്നുന്നു ഇപ്പൊ 400 കഴിഞ്ഞെന്ന് തോന്നുന്നു.
അപ്പൊ എന്തായാലും സീരിയസ്ലി ഞാൻ രേണു സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്ന് അറിഞ്ഞ് ഞാൻ നോക്കിയ സമയത്ത് ഞാൻ കണ്ട 45 അപ്പൊ അത് കഴിഞ്ഞ് രേണു ശരിക്കും 45 ഇടാൻ കാരണം രേണുവിന്റെ ഒരു പ്രതീക്ഷ എന്തായിരുന്നു എന്ന് വെച്ചാൽ ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല. കാരണം ആ രീതിയിലാണ് കമന്റും പൊങ്കാലയും നടക്കുന്നത്. പക്ഷെ ഈ സബ്സ്ക്രിപ്ഷന്റെ ഉള്ളിൽ രേണുസുതി എന്താ ചെയ്യുന്നേ എന്ന് കാണിക്കാൻ വേണ്ടി കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് അങ്ങ് വന്നു. അപ്പൊ രേണുവിന് മനസ്സിലായി ചിലപ്പോൾ ക്ലിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ 45 നേരെ കൂട്ടി 180 ചേച്ചി പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ 400 എന്നാണ് പറയുന്നത്, പക്ഷെ 600-ലധികം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. എന്നാലും ഈ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരോടൊക്കെ എനിക്ക് ചോദിക്കാം, നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾ എന്തിനാ സബ് ചെയ്തേ? നിങ്ങൾക്ക് രേണുവിന് അത്രമാത്രം ഇഷ്ടമായതുകൊണ്ടാണോ, അല്ലെ രേണു എന്തായാലും കാണിച്ചു കൂട്ടുന്നേ എന്നറിയാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ വെറുതെ അങ്ങ് 149 180 റുപ്യ കൊണ്ടുപോയി കളഞ്ഞാണോ? കാരണം ഞാൻ എത്രയൊക്കെ ആലോചിച്ചിട്ടും എനിക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല നിങ്ങൾ എന്തിനാ സബ് ചെയ്തേ, അതുകൊണ്ട് ചോദിച്ചേ. മഴ എന്ന് പറഞ്ഞാൽ അമ്മാതിരി മഴ. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം പോലും എനിക്ക് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്, പ്ലീസ് എക്സ്ക്യൂസ്. സന്തോഷം. അതെന്ന് വെച്ചാല് അതിന് കുറെ വിമർശനങ്ങളും കുറെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മിക്ക സെലിബ്രിറ്റീസിനും സബ് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കാർക്കും അവര് സബ് ചെയ്തെന്ന് അവർക്കും പിന്നെ അവരുടെ സബ് ചെയ്ത ആൾക്കാർ ഇത് ചെയ്ത ആൾക്കാർക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ എനിക്കൊന്നും അറിയാവുള്ളൂ തോന്നുന്നു. പക്ഷെ ഇത് രേണുസുതി ഒരു സബ് ചെയ്തപ്പോഴത്തേന് ഉള്ള വ്ളോഗേഴ്സ് നെഗറ്റീവ് പറയുന്ന കുറെ, ഞാൻ പേര് പറയുന്നില്ല, അവരെ പേര് പറഞ്ഞാൽ റീച്ച് ആക്കുന്നില്ല, വീണ്ടും റീച്ച് ആക്കുന്നില്ല. സോ അവരെല്ലാം കൂടെ എടുത്തിട്ടൊക്കെ കൊടയുവാണ്. എനിക്ക് മാത്രം ഒന്നും പറ്റില്ല. രേണു ചേച്ചി ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ പോയിന്റ് 100% ശരിയാണ്. ഒരുപാട് ആക്ട്രസ്മാർക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, പക്ഷേ അത് ആ ആക്ട്രസ്മാർക്കും സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തികൾക്കും മാത്രമേ അറിയൂ. ബൈ രേണുസുതിയുടെ വിഷയം ഇത്രത്തോളം ടോപ്പിക്കായി, ബൈ എന്തിനോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇത് എടുത്തു പറഞ്ഞു, അവർ രേണുവിനെ തന്നെ നോക്കിയിരിക്കുകയാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് അല്ല, സബ്സ്ക്രിപ്ഷൻ ഇതിലും കൂടുതൽ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇതിലും എക്സ്പോസ് ആയിട്ടുള്ള ബോഡി പാർട്സ് കാണിച്ചുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ലൈവിലോട്ട് വിളിക്കുന്ന എത്രയോ വ്ളോഗേഴ്സ് ഉണ്ട്. യൂട്യൂബ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി കാണാൻ പറ്റും. യൂട്യൂബ് മാത്രമല്ല, ഇൻസ്റ്റഗ്രാം. പല ആൾക്കാരും വസ്ത്രങ്ങൾ ധരിച്ച് വരുന്നതും എന്നിട്ട് അവർ ലൈവിൽ വരണം എന്ന് പറയുന്നതും സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയും, നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ കുറേ ടീമുകളുണ്ട്. ബൈ രേണുസുതി എന്ന് ചോദിച്ചാൽ ബാക്കിയുള്ളവർ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, ഇഫ് യു വാണ്ട് യു ക്യാൻ സബ്സ്ക്രൈബ് എന്ന് മാത്രമേ അവർ പറയൂ. ഇനി മാക്സിമം അവരൊരു സ്റ്റോറി അപ്ലോഡ് ചെയ്യും. ഞാൻ ഈ കാറ്റഗറി ഓഫ് ലേഡീസിനെ അല്ല പറഞ്ഞ, ബഹാനേനെ പോലെയൊക്കെ അല്ല, ഇന്ന എ ഡേ ഇൻ മൈ ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ കണ്ടോളൂ എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ രേണു ചേച്ചി അതല്ല, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിന് ശേഷം ഹാ എന്ന് പറയുന്നിട്ടുള്ള ഒരു കളിയും, പിന്നെ ഇങ്ങനെ കാറ്റ് 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 ഓ ഓ ഓ ഓ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കളിയിൽ കൂടെ എന്താണ് രേണുസുതി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, പലതും കാണാം എന്നുള്ളതാണോ രേണുസുതി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? പിന്നെ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിലെ തന്നെ വിധവകളുടെ റെപ്രസെൻറ്റേഷൻ ആക്കിയിട്ടാണ് പല വ്യക്തികളും കാണുന്നത്. ആൻഡ് രേണുസുതി തന്നെ പറഞ്ഞത്, ഐ ആം ഓൾവേസ് ഫോറെവർ ലോയൽ ടു കൊല്ലം സുതി എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്ന രേണു ചേച്ചിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഓരോ ഈ കാര്യങ്ങൾ കാണുമ്പം ഡെഫിനറ്റ്ലി എടുത്ത് സംസാരിക്കും. വേറെ ആരുടെയും നമ്മൾ സംസാരിക്കുന്നില്ല. സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ കുറ്റം പറയാനാണ് നമുക്ക് എല്ലാവരും പറഞ്ഞാൽ മതി. പക്ഷെ അതിനായ ഒരു അവസരം ഇട്ട് തരുന്നോണ്ടാണ് പലതും സംസാരിക്കുന്നത്. ഒരു കാര്യം, ഇവരാരും ഒന്ന് എല്ലാ മാസം കൊണ്ട് ഇവർ കൊണ്ട് പൈസ തരട്ടെ. നമ്മളെല്ലാരും ജീവിക്കുന്ന പണം ഉണ്ടാക്കാനാണല്ലോ, എന്ന് പറഞ്ഞാൽ പണം മാത്രം ഉണ്ടാക്കാനല്ല, നമുക്ക് കുറച്ച് ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തിലും അടിസ്ഥാനം പണമാണ്, പൈസയാണ്. അപ്പം ഏത് മാർഗേനയെന്നല്ല, നമ്മൾ നല്ല കാര്യങ്ങളിലൂടെ തന്നെ. ഇപ്പൊ എനിക്കത് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മിക്ക സെലിബ്രിറ്റീസും സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതുമാണ്, അവർ പൈസ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ എന്തായാലും ഞാൻ വലിയ സംഭവം ആവുന്നൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ചെയ്തു. ഇത് ഒരുപാട് ആള് വരുമെന്ന് ഉദ്ദേശം ഒന്നുമല്ല ചെയ്തത്. ഞാൻ ചെയ്തു, എന്തായാലും ഇത്ര ആൾക്കാർ വന്നു, നമുക്ക് നോക്കാം, മുന്നോട്ട് പോവാം. അങ്ങനെയാണ്. ലാസ്റ്റ് പറഞ്ഞ കാര്യം ശരിയാ, ഒരുപാട് ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ടാണല്ലോ വെറും 45 ഇട്ടത്. പിന്നെ ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോൾ മനസ്സിലായി നമുക്കും കാണാൻ ആൾക്കാരുണ്ട് എന്ന് കരുതി 180 പോയി. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് രേണു ചേച്ചി പറയുന്നതാണ്, നിങ്ങൾ പൈസ കൊണ്ടെത്താ, ഞങ്ങൾക്ക് എന്താ വേറെ പണിയില്ലേ? ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നു, അധ്വാനിക്കുന്നു, ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് രേണു ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. രേണു ചേച്ചിക്ക് ജീവിക്കണമെങ്കിൽ രേണു ചേച്ചി അധ്വാനിക്കണം. എന്തുകൊണ്ട് എൻ്റെ ലൈഫ് ആരും റിയാക്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് എന്നെ ആരും റിയാക്ട് ചെയ്ത് സംസാരിക്കുന്നില്ല? ഭായ്, എന്തുകൊണ്ടാ? കാരണം ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ കാണിക്കുന്നില്ല.
ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ എടുത്ത് അഡ്രസ്സ് ചെയ്യുക എന്നല്ലാണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫ് അല്ല എൻ്റെ പേഴ്സണൽ സ്റ്റോറീസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്നില്ല മറ്റൊരാൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പലരും ഈ തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് അന്നും ഇന്നും ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയമായി ഇങ്ങനെ കത്തിക്കയറുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? ആൻഡ് പണം മാറ്റേഴ്സാണ്, പക്ഷേ എങ്ങനെ പണം നേടുന്നു എന്നതിനും ഒരു മാറ്റർ ഉണ്ട്. നല്ല രീതിയിലും പണം നേടാം, മോശം രീതിയിലും പണം നേടാം. നല്ല രീതിയിൽ നേടുന്ന പണത്തിനൊരു ക്വാളിറ്റി ഉണ്ട്, മോശം രീതിയിൽ നേടുന്ന ഒരു പണത്തിനൊരു ക്വാളിറ്റി ഉണ്ട്. സബ്സ്ക്രിപ്ഷനിൽ തന്നെ ചില ആൾക്കാരൊക്കെ വളരെ എൻ്റെ ബോഡി എൻ്റെ പ്രൈവസി ഞാൻ കാണിക്കും, അത് അവരുടെ റൈറ്റ് പാത്താണ്. നിങ്ങളുടെ റൈറ്റ് പാത്തിൽ നിങ്ങൾ നിന്നോളൂ. നിങ്ങളുടെ പാത്ത് റോങ് ആണെന്ന് തോന്നുന്ന സമയത്ത് ആ റോങ്ങിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ആ ക്രിട്ടിസൈസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, നിങ്ങൾ മാറണം എന്നൊന്നും ആരും പറയുന്നില്ല. ഇറ്റ്സ് അവർ റൈറ്റ്. രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ റീസെൻ്റ്ലി ഏതോ ഒരു ലേഡിയുടെ സ്ക്രീൻ റെക്കോർഡിങ്ങിൽ എൻ്റെ പേരൊക്കെ മെൻഷൻ ചെയ്ത് കണ്ടു. എൻ്റെ പേര് എന്താ? എനിക്ക് നിങ്ങൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് രേണുവിനെ അഗെയിൻസ്റ്റ് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. അതില്ല. അങ്ങ് പറയുക. നമ്മൾ പറയുന്നത് ശരിയാണെന്ന് തോന്നുമ്പോഴേ നിങ്ങൾ ട്രിഗേർഡ് ആവും, അല്ലെങ്കിൽ നിങ്ങൾ ട്രിഗേർഡ് ആവില്ല. ഇല്ലേ നിങ്ങൾ എന്താ കരുതുക, എന്തോ പറയട്ടെ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് കരുതിയിട്ട് നമ്മളങ്ങ് വിടുക ചെയ്യും. അന്നേരം നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ട്രിഗേർഡ് ആവുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്ന് പലരും ട്രിഗേർഡ് ആവുന്നുണ്ടെങ്കിൽ അതിന് റീസൺ നമ്മൾ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ട് എന്നുള്ളതാണ്. ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്. മോഡലിംഗ് ചെയ്യുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്. ബിഗ് ബോസ് പോകുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്. രേണു സുധി നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ആരും ഇതിനെ കുറ്റം പറയുന്നില്ല, നമ്മൾ ആരും ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, നമ്മൾ ആരും ഇതിനെ ചോദ്യവും ചെയ്യുന്നില്ല. പക്ഷേ സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും കാണുമ്പോഴാണ് നമ്മളെല്ലാവരും ചോദിച്ചു പോകുന്നത്. ഇനി രേണുസുധീൻ്റെ ഒരു കണ്ടന്റിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഒരു വ്ളോഗറുമായിട്ട് രേണുവിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് അതിന്റെ ഒരു സ്റ്റാർട്ടിൽ നിന്ന് തുടങ്ങാം. രേണു സുധിയോട് ഒരു കാര്യം പറയുകയാണ്, ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐഡി രേണു സുധി എന്നുള്ളത് സുധി ഒന്നും മാറ്റണം. ഓക്കെ, നാണമുണ്ടോ നിങ്ങൾക്ക്? മരിച്ചുപോയ ആ ആത്മാവിനെ വിട്ട് വീണ്ടും വീണ്ടും ജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്ത് കോപ്രായം കാണിച്ചിട്ട് ഒരുത്തനെ കെട്ടിപ്പിടിച്ചിട്ട് കിസ്സടിച്ചിട്ട് പറയുകയാണ് അത് സുധിച്ചേട്ടന് വേണ്ടിയിട്ട്. നാണമുണ്ട് ഇവർക്ക്? കണ്ട് മടുത്ത്. ഞാൻ ഇവരുടെ ലൈഫിലേക്ക് ഇടപെടുന്നല്ല, ആ മരിച്ചുപോയ സുധിച്ചേട്ടനെ ഞാൻ സ്നേഹിച്ചിരുന്നു. അതുൽ കാസർഗോഡ് എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുടെ ഒരു അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ വന്ന് കൺവേ ചെയ്തു. ആള് കൺവേ ചെയ്ത് നമ്മളെല്ലാവരും കൺവേ ചെയ്യുന്ന അതേ സാധനം തന്നെയാണ്. ആള് പറഞ്ഞത് രേണുവിന്റെ പേരിൽ നിന്ന് സുധീന്റെ പേര് എടുത്ത് കളയണം. കാരണം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ സ്റ്റിൽ വിറ്റുകൊണ്ടാണ് രേണു സുധി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് എന്നൊക്കെയാണ് ഈ അതുൽ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത്. ഇതിൽ ഇനിയും പീസുകളുണ്ട്, ഞാൻ ആ ഫുൾ പീസ് എടുത്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ID അടിച്ചു നോക്കാം. വളരെ മോശമായ രീതിയിലൊന്നും ആൾ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ആൻഡ് ആൾ പറഞ്ഞതിൽ എന്തൊക്കെയൊക്കെയോ ശരി തോന്നിയത് കൊണ്ടായിരിക്കാം രേണുവിന് ഇഷ്ടപ്പെടാത്തതും രേണു റിയാക്ട് ചെയ്തതും. ഇതിനെ കണക്ട് ചെയ്തിട്ട് 2-3 വീഡിയോസ് ഉണ്ട്, ഞാനതൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. രേണു ഇതിന് അഗെയിൻസ്റ്റ് ഒരു വീഡിയോ ഇടുന്നു, അതെടുത്ത് വെച്ചിട്ട് അതുൽ കയറി സംസാരിക്കുന്നു, പിന്നെ രേണു അഗെയിൻ അതുലിനെ പറയുന്നു. ഇങ്ങനെ കുറച്ച് കോൺവെർസേഷൻ. അത് കഴിഞ്ഞതിന് ശേഷമാണ് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി DP അങ്ങ് മാറ്റിയത്. അപ്പോൾ രേണു സുധി ഇപ്പം കറൻ്റ്ലി ആ DP മാറ്റിയതിനൊക്കെ റീസൺ വന്ന് പറയുന്നുണ്ട്. എന്നാലും ആ DP മാറ്റിയ നേരം ഈ അതുൽ ഈ സെയിം കണ്ടന്റ് എടുത്തിട്ട് ഒരു കാര്യം സംസാരിച്ചു. അതെന്താ നോക്കാം. രേണു സുധി എന്നെ പേടിച്ചിട്ട് സുധിച്ചേട്ടന്റെ പ്രൊഫൈൽ പിക്ക് മാറ്റുകയാണ്. ഞാൻ ഇന്നലെ അവൾക്കിട്ട തെറി നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ രേണു സുധിയോട് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നീ എന്ന് നിന്റെ ആ ഒരു സുധിച്ചേട്ടന്റെ പ്രൊഫൈൽ പിക്ക് മാറ്റുന്നു അതുവരെ ഞാൻ പോരാടും. നീ എനിക്ക് കേസല്ല എന്ത് മണ്ണാങ്കട്ട വേണമെങ്കിൽ കൊടുക്കൂ. അത് നീ മാറ്റാൻ തയ്യാറാവുന്നില്ലെങ്കിൽ സുധിച്ചേട്ടന്റെ കുടുംബവുമായി ഞാൻ സംസാരിച്ചിട്ട് നിനക്കെതിരെ നിയമ നടപടിക്ക് ഞാൻ പോകും. കാരണം മരിച്ചുപോയ ആ മൃതദേഹത്തെ വെച്ചിട്ടാണ് നീ കളിക്കുന്നത്. കണ്ടോ നിങ്ങൾ, നല്ല പേടിയുണ്ട് അവൾക്ക്. ഞാൻ പറഞ്ഞു പ്രൊഫൈൽ പിക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ കേസ് കൊടുക്കും. ആ വ്ളോഗ് ഇട്ടിട്ട് ഓക്കെ, ഇത് പറയുന്നതിന് മുമ്പ് ഡിസ്ക്ലെയിമർ ആയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഐ എം റിയലി സോറി. ഒന്ന്, നല്ല മഴയുണ്ട്. സെക്കൻഡ് തിങ്, അറ്റ് ദ സെയിം ടൈം നല്ല ചൂടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ റൂമിൽ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ആൾ വരുമ്പോഴേക്ക് എനിക്ക് വീഡിയോ എടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഈ സാധനങ്ങളൊക്കെ എൻ്റെ തലയിലുണ്ട്. ആൻഡ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത പീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയാണിത് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അതുൽ എന്നാണ് ഞാൻ വായിച്ചത്. സോറി, ഇറ്റ്സ് നോട്ട് അതുൽ, ഇറ്റ്സ് അൽത്തു കാസർഗോഡ് കേട്ടോ.
അപ്പോൾ ഈ സെക്കൻഡ് വീഡിയോയിൽ അൽത്തു കാസർഗോഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലോങ് വീഡിയോയിൽ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, കൊല്ലം സുധിയുടെ DP നീ മാറ്റിയില്ലെങ്കിൽ കൊല്ലം സുധിയുടെ ഫാമിലീനെ കണക്ട് ചെയ്തിട്ട് ഒരു കേസ് പോയിട്ട് DP മാറ്റാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഇത് അൽത്തു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കുറച്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തത്, ആളുടെ DP മാറ്റിയത്. ഫ്രം കൊല്ലം സുധിയുടെ DPയിൽ നിന്ന് രേണു സുധിയുടെ ഒരു DP. അപ്പോൾ ഇതങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് കത്തിക്കയറി. കാരണം അൽത്തു സംസാരിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കൊല്ലങ്ങളായി ഇട്ടിട്ടുള്ള DP അങ്ങ് മാറിയത്. അപ്പോൾ അത് രേണു ചേച്ചിക്ക് അങ്ങ് രേണു ചേച്ചി അങ്ങ് റിയാക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതും കൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. എന്റെ മോനെ, അതായത് അൽത്തു കാസർഗോഡ് വ്ളോഗറെ, മോൻ എന്താ പറഞ്ഞേ, രേണു ചേച്ചി മോൻ പറഞ്ഞത് കേട്ട് മോനെ പേടിച്ച് സൂചിയുടെ DP മാറ്റിയെന്നു. എനിക്ക് ചിരി വന്നിട്ട് വയ്യ. നിന്നെ കാണാൻ അടിപൊളിയാണല്ലോ, പക്ഷെ നിന്റെ വായിന്ന് എന്നെ പറ്റി ഇറങ്ങുന്ന നെഗറ്റീവ് ഒന്നും കേട്ടാൽ അടിപൊളി അല്ലല്ലോ. നിന്നെ കാണാൻ നല്ലതാ, പക്ഷെ നിന്റെ വായി നിറങ്ങുന്ന വർത്താനമോ അടിപൊളി വർത്താനമൊന്നും അല്ലല്ലോ, ചുമ്മാ കള്ളത്തരമാണല്ലോ പറയുന്നത്. നിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നേ? നിന്റെ കെട്ടിയ ഫസ്റ്റ് ഓഫ് ഓൾ രേണു ചേച്ചി ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാം. സർക്കാസ്റ്റിക് ലൈനിൽ വീഡിയോ എടുക്കാനുള്ള കഴിവ് ചേച്ചിക്കില്ല. ചേച്ചി എന്ന് പറയുന്ന ചിരി കാണിക്കുന്നത് ഒരു സർക്കാസ്റ്റിക് ലൈൻ ആണെന്നറിയാം, പക്ഷെ എന്താ അറിയില്ല, എത്രയൊക്കെ കാണിച്ചിട്ടും ഒക്കുന്നില്ല. സംഭവം കാണുമ്പോൾ ഭയങ്കര ഒരു വൾഗർ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സർക്കാസ്റ്റിക് ലൈൻ ഒന്ന് മാറ്റി പിടിച്ചാൽ കൊള്ളായിരുന്നു. ആൻഡ് ഇതിൽ ചേച്ചി അൽത്തു കാസർഗോഡിനെ നല്ല ഭംഗിയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ചേച്ചി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഓഫ് കോഴ്സ് 39 വയസ്സെങ്ങാനും ഉണ്ട് രേണുവിനാന്ന് തോന്നുന്നത്. മോർ ദാൻ 30s ആളാണ്. അപ്പം എന്തായാലും ഈ അൽത്തു 30s ആവണം എന്നില്ല. അതുകൊണ്ട് തന്നെ മോനെ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാ, പക്ഷെ നിന്റെ വായൽ വരുന്ന ഒന്നും റെഡി അല്ല എന്നാണ് പറഞ്ഞത്. ആ മോൻവിളി ശരിക്കും മോൻവിളിയാണോ വേറെ എന്തെങ്കിലും ഡബിൾ മീനിങ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും അവൻ്റെ ഭംഗിനെ അങ്ങ് പുകഴ്ത്തി എടുത്തിട്ടുണ്ട്. ഒന്നുമല്ലോ ഞാൻ നിന്നെ പേടിക്കാൻ. എനിക്ക് ആകെ പേടിക്കേണ്ടത് സൂചിച്ചാണ്ട മാത്രം പേടിച്ചാൽ പോരായിരുന്നോ? പിന്നെ നിന്നെ പേടിച്ചാൽ DP മാറ്റിയെന്ന് പറയുന്നത് എന്റെ പൊന്നു മക്കളെ, വെറുതെ നോണ പറയരുത്. എനിക്ക് ആകെ പേടിക്കേണ്ടത് സുധിച്ചേട്ടൻ. അയ്യോ, സുധിച്ചേട്ടനെ പേടിക്കുന്ന രേണു സുധി ചേച്ചി ആയിരുന്നു ഇത്. ആണ് കേട്ടോ, പണ്ട് കാലങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഓർമ്മകൾ അയവർക്കുന്ന പല വീഡിയോസും സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. ആ രേണു ചേച്ചി ഇപ്പം ഇല്ലടാ ചോ. ആ രേണു ചേച്ചി പോയി. ഇപ്പോഴുള്ള രേണു ചേച്ചിക്ക് സുധിച്ചേട്ടനെ പോയിട്ട് അപ്പുറത്തുള്ള തങ്കച്ചനെ പോലും പേടിയില്ല. കാര്യം അറിയാവുന്നോണ പറയില്ല. പിന്നെ ഒരുപാട് പേര് എനിക്ക് ഞാൻ ഇതിന് റിപ്ലൈ കൊടുക്കാതിരിക്കുമായിരുന്നു. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചേച്ചി ഇത് DP മാറ്റാൻ രേണു ചേച്ചി കണ്ടുപിടിച്ചൊരു കാരണമുണ്ട്. ആ കാരണം കേട്ടാലാണ് നമ്മൾ ഹാർട്ടിന്റെ ബ്രേക്കിന്റെ ആയി പോവുക. സംഭവം ചേച്ചി എന്തിനാ DP മാറ്റിയത്, ഇയാൾ കിടന്ന് പറയുന്നല്ലോ ഇതിനുള്ള റിപ്ലൈ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ റിപ്ലൈ തരുന്നത്. എനിക്ക് ബ്ലൂടിക്ക്, അതായത് നമുക്കറിയാം പ്രൊഫൈല് സെലിബ്രിറ്റീസിനൊക്കെ മിക്ക സെലിബ്രിറ്റീസിനും പ്രൊഫൈല് ബ്ലൂടിക്ക് വേണം അല്ല, വരുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്കത് അപ്രൂവൽ ആക്കാൻ വേണ്ടിയിട്ട് മെറ്റിൻ തന്നെ ഉള്ള മെസ്സേജ് വരുമല്ലോ, DP ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അതുകൊണ്ട് ചേഞ്ച് ചെയ്തതാണ്. അല്ലാതെ സുധിച്ചേട്ടൻ്റെ DP മാറ്റിയെന്ന് പറഞ്ഞ് സുധിച്ചേട്ടനെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ എടുത്ത് കളഞ്ഞതുമല്ല. ഞാനിപ്പോൾ വേറെ വിട്ട് കല്യാണവും കഴിക്കാൻ പോകുന്നില്ല. എനിക്കൊട്ടൊരു രേണു ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ബ്ലൂടിക്ക് സെലിബ്രിറ്റി അല്ല, 654 രൂപ ഒരു മാസം ചെലവാക്കാൻ കഴിവുള്ള ഏതവന് വേണമെങ്കിലും ബ്ലൂടിക്ക് എടുക്കാം. സെലിബ്രിറ്റിമാർ മാത്രം എടുക്കുന്ന ഒരു സാധനമല്ല ഈ ബ്ലൂടിക്ക് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ എടുത്തിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ബ്ലൂടിക്ക് എടുത്തിട്ടുണ്ട്. അത് ബ്ലൂടിക്കിനോടുള്ള കൊതി കൊണ്ടൊന്നുമല്ല. കുറേ ഫേക്ക് അക്കൗണ്ട്സ്, എന്നേക്കാളും ഫോളോവേഴ്സ് ഉള്ള ഫേക്ക് അക്കൗണ്ട്സ് ഒക്കെ എൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ബ്ലൂടിക്ക് എടുത്തിട്ടുണ്ട്. അതും 654 630 അങ്ങനെ എന്തൊക്കെയോ ആണ് എനിക്ക് ആ ബ്ലൂടിക്കിന് വന്നിട്ടുള്ളത്. എന്തായാലും അതവിടെ ഒരു സൈഡ് കിടക്കട്ടെ. ഇപ്പോൾ സെലിബ്രിറ്റീസ് മാത്രം എടുക്കുന്ന ഒരു സാധനമല്ല. ഇപ്പോൾ രേണു ചേച്ചി പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ ബ്ലൂടിക്കിന് വേണ്ടി മെറ്റ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് രേണു ചേച്ചി പ്രൊഫൈൽ പിക്ചർ മാറ്റി എന്നാണ്. രേണു, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ്സ് യുവർ റൈറ്റ്, ഇറ്റ്സ് യുവർ ഇൻസ്റ്റഗ്രാം, യു ഹാവ് ദ റൈറ്റ് ഏത് പ്രൊഫൈൽ പിക്ക് ഇടണ്ട എന്നുള്ളത്. പ്രൊഫൈൽ പിക്ക് മാറ്റാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രൊഫൈൽ പിക്ക് മാറ്റി എന്നേ ഉള്ളൂ. ഒരു പ്രൊഫൈൽ പിക്കിൽ ഡിഫൈൻ ചെയ്യുന്നതല്ല ആ പെർട്ടിക്കുലർ വ്യക്തിയോടുള്ള ലവ്. രേണു പ്രൊഫൈൽ പിക്കിൽ അയാളുടെ ഫോട്ടോ ഇട്ടിട്ട് രേണു ഇവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് കോമൺ സെൻസ് ഉള്ള വ്യക്തിക്കറിയാം രേണു എത്രത്തോളം സുധിച്ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട്, എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് സുധിച്ചേട്ടന് വേണ്ടി എല്ലാം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫൈൽ പിക്ചറിൻ്റെ മാറ്റർ അല്ല, പക്ഷെ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ട്, അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഹുക്കപ്പ് ചെയ്യുന്ന സ്റ്റോറീസ് ഒക്കെ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക്.
പ്രണയവും കഠിനമായിട്ടുള്ള എന്താ പറയുക വളരെ പവിത്രവും കഠിനമായിട്ടുള്ള ഒരു പ്രണയവും ആരുമായിട്ടില്ല. മനസ്സിലായോ? നിന്നെ എനിക്ക് പേടിയില്ല. എന്തൊക്കെയാ ഈ രേണു കളിക്കുന്നത്? ഈ വീഡിയോയിലെ ലാസ്റ്റ് ഭാഗം കണ്ട സമയത്താണ് ഞാൻ ഈ സീരിയസ്ലി ഈ ടോപ്പിക് എടുത്ത് റിയാക്ട് ചെയ്യാമെന്ന് കരുതിയത്. 1.5 വർഷം കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുന്നു പറഞ്ഞ രേണു അല്ലേ? എനിക്ക് പ്രണയം ഉണ്ട് എന്ന് പറഞ്ഞ രേണു അല്ലേ? എനിക്ക് കാക്കമാരോടാ പ്രണയം എന്ന് പറയുന്ന രേണു അല്ലേ? അത് കഴിഞ്ഞ് ഇനി പള്ളിയിൽ പോകുന്ന സമയത്ത് അവിടെയാ പ്രണയം എന്ന് പറഞ്ഞ രേണു അല്ലേ? എനിക്ക് ഒരുപാട് അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട്, മറിച്ചേതുണ്ട് എല്ലാം പറയുന്ന രേണുവാണ്. രേണു തന്നെ ഇപ്പോൾ വന്ന് പറയണം എനിക്ക് പ്രണയമില്ല, എനിക്ക് ആത്മാർത്ഥമായ ഒന്നുമില്ല, ഞാൻ എൻ്റെ ലൈഫാണ് ലീഡ് ചെയ്യുന്നത്, അങ്ങനെയൊന്നുമില്ല, ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എന്തു ആടവും. ഡബിൾ ഡാഡി സിൻഡ്രം എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. അതിൽ വലിയ എന്ത് സിൻഡ്രം ഉണ്ട് അത് പറയണം. നിങ്ങൾ ഓരോ നേരം ഓരോ അഭിപ്രായമാണ് പറയുന്നത്. ജസ്റ്റ് തിങ്ക് യുവർ സെൽഫ്, ജസ്റ്റ് അനലൈസ് യുവർ സെൽഫ്. വാട്ട് ദ ഷിറ്റ് ദാറ്റ് യു ആർ ഡൂയിങ്, ഫീലിംഗ് സോ പുച്ഛം, അൾട്ടിമേറ്റ് പുച്ഛം ഫോർ ഓൾ ദിസ് കൈൻഡ് ഓഫ് ബുൾഷിറ്റ്. വേറെ ഒന്നും പറയാനില്ല. വണക്കം നമ്പി, വണക്കം. ബൈ.